ഹലോ, മെസഞ്ചർ സ്റ്റേജിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പ്രമേയം രാവണൻ എങ്ങനെ ചക്രകളുടെ പ്രതീകമാവുന്നു എന്നതാണ്. രാമായണത്തിൽ 3 രാവണന്മാരുണ്ട്: ദശമുഖ രാവണൻ, ശതമുഖ രാവണൻ, സഹസ്രമുഖ രാവണൻ. ഇവ എന്താണെന്ന് അറിയണമെങ്കിൽ ചക്രകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കണം. ദൃശ്യമായ ശരീരത്തിന് ചുറ്റും ഊർജത്താൽ നിർമ്മിതമായ ഒരു പ്രഭാവലയമുണ്ടെന്ന് ആദ്യ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ഈ പ്രഭാവലയത്തിലെ ഊർജ കേന്ദ്രങ്ങളാണ് ചക്രകൾ. ചക്രകൾ ശരീരത്തിന് പുറത്തേക്ക് ഒരു കോൺ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. അവയുടെ അഗ്രം കൂർത്തതും വൃത്താകൃതിയുള്ള മുഖം അന്തരീക്ഷത്തിലേക്ക് തുറന്നിരിക്കുന്നതുമാണ്. ഈ വൃത്തമുഖത്ത് പുഷ്പങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ദലങ്ങളുണ്ട്. അവ അതിവേഗത്തിൽ 180 ഡിഗ്രി വലത്തേക്കും പിന്നെ ഇടത്തേക്കും മാറി മാറി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉദാഹരണമായി കാണിച്ചിരിക്കുന്നത് നേവൽ ചക്രയാണ്. പൊക്കിളിൽ ഉള്ള ചക്ര ആയതുകൊണ്ട് ഇതിനെ നാഭീചക്ര എന്ന് വിളിക്കും. ഇതിന് ബ്രഹ്മചക്ര, കുംഭചക്ര എന്നും പേരുകളുണ്ട്. ഈ ചക്രയ്ക്ക് 8 ദലങ്ങളാണുള്ളത്. നമുക്ക് ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്ന് മാത്രമല്ല, അന്തരീക്ഷത്തിൽ നിന്ന് സൂക്ഷ്മകണങ്ങളുടെ രൂപത്തിലും കിട്ടുന്നുണ്ട്. ഈ ഊർജം ചക്രകളിലൂടെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. ചക്ര വലത്തേക്ക് അഥവാ ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുമ്പോൾ പുതിയ ഊർജം അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഇടത്തേക്ക് അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഊർജം ശരീരത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഇത് നമ്മളറിയാതെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ചക്രകൾക്ക് വലിപ്പം കൂടുതൽ ഉള്ളവർ കൂടുതൽ ഊർജം ആഗിരണം ചെയ്യും. അതുകൊണ്ട് അവർ ചെറിയ ചക്രകൾ ഉള്ളവരെ അപേക്ഷിച്ച് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും. നമ്മളുടെ ശരീരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ചക്രകളുണ്ട്. ഇവയെ പ്രധാന ചക്രകൾ, ഉപചക്രകൾ, സൂക്ഷ്മ ചക്രകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. പ്രധാന ചക്രകൾ ശരീരത്തിലെ പ്രധാന ഗ്രന്ഥികളോ അവയവങ്ങളോ ഉള്ള ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉപചക്രകൾ എല്ലാ ആന്തരിക അവയവങ്ങളുടെയും സന്ധികളുടെയും ഭാഗങ്ങളിലുണ്ട്. സൂക്ഷ്മചക്രകളാവട്ടെ ഓരോ രോമകൂപത്തിലും സ്ഥിതി ചെയ്യുന്നു. ചക്രകളുടെ മുഖം പുഷ്പങ്ങൾ പോലെ ആയതുകൊണ്ട് പുരാണങ്ങളിൽ അവയെ താമരയോടും മറ്റു പൂക്കളോടും ഉപമിച്ചിരിക്കുന്നു. ഓരോ ചക്രകളുടെയും തലങ്ങളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ഇനി നമുക്ക് രാവണന്മാരിലേക്ക് തിരിച്ചു വരാം. ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ചക്രയാണ് സോളാർ പ്ലെക്സസ് ചക്ര. ഇതിന് 10 ദലങ്ങളുണ്ട്. വാൽമീകി വിഭാവനം ചെയ്ത ദശമുഖ രാവണൻ ഇതാണ്. സോളാർ പ്ലെക്സസ് ചക്രയുടെ മുഖം സാധാരണ പോലെ വേഗത്തിൽ കറങ്ങുമ്പോൾ ദൃശ്യമാവുന്ന രൂപമാണ് ആദ്യത്തേത്. ഇതേ ചക്ര സ്ലോ മോഷനിൽ കറങ്ങുമ്പോഴുള്ള രൂപമാണ് രണ്ടാമതായി കാണിച്ചിരിക്കുന്നത്. ദശമുഖം എന്നാൽ 10 മുഖങ്ങൾ എന്നാണ് അർത്ഥം. ശരീരത്തിലെ പ്രധാനപ്പെട്ട നിരവധി ആന്തരിക അവയവങ്ങൾ ഈ ചക്രയ്ക്ക് ചുറ്റും ഉള്ളതിനാലാണ് സോളാർ പ്ലെക്സസ് ചക്രയ്ക്ക് ഇത്രയും പ്രാധാന്യം. മറ്റൊരു പ്രധാന ചക്രയാണ് ആജ്ഞാചക്ര. ഇത് പുരികങ്ങളുടെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും ഇടത് മസ്തിഷ്കവും ഇതിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ചക്രയ്ക്ക് 2 ഭാഗങ്ങളിലായി 96 ദലങ്ങളുണ്ട്. ഇതാണ് ശതമുഖ രാവണൻ. ശതമുഖം എന്നാൽ 100 മുഖങ്ങൾ എന്നാണ് അർത്ഥം. എന്നാൽ 96 ദലങ്ങൾ എങ്ങനെ 100 മുഖങ്ങളാവുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ആജ്ഞാചക്ര പൂർണ്ണമായി പ്രവർത്തിക്കണമെങ്കിൽ ബേസിക് ചക്ര എന്ന മറ്റൊരു ചക്ര സജീവമായിരിക്കണം. ബേസിക് ചക്ര നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള കശേരുകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 4 ദലങ്ങളുണ്ട്. കുണ്ടലിനി എന്ന സ്ത്രൈണ ശക്തി മൂലത്തിലാണ് കുടികൊള്ളുന്നത്. മൂലത്തെ സജീവമാക്കി നിർത്തുന്ന ചക്ര ആയതിനാൽ ഭാരതീയർ ഇതിനെ മൂലാധാര ചക്ര എന്ന് വിളിക്കുന്നു. ആജ്ഞാചക്രയുടെ 96 ദലങ്ങളും ബേസിക് ചക്രയുടെ 4 ദലങ്ങളും ചേർന്നാണ് 100 മുഖങ്ങൾ കണക്കാക്കപ്പെടുന്നത്. സോളാർ പ്ലെക്സസ് ചക്രയും ബേസിക് ചക്രയും സാധാരണ വേഗതയിൽ കറങ്ങുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഉത്തരേന്ത്യക്കാർ വരയ്ക്കുന്ന രംഗോളിയുടെയും ദക്ഷിണേന്ത്യക്കാരുടെ കോലത്തിൻ്റെയും പിന്നിലെ ആശയം മനസ്സിലാവും. തലയുടെ മുകൾ ഭാഗത്ത് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന ചക്രയാണ് ക്രൗൺ ചക്ര. സംസ്കൃതത്തിൽ ഇതിനെ സഹസ്രാര ചക്ര എന്ന് വിളിക്കുന്നു. ഇതാണ് സഹസ്രമുഖ രാവണൻ. സഹസ്രമുഖം എന്നാൽ 1000 മുഖങ്ങൾ എന്നാണ് അർത്ഥം. ഈ ചക്രയുടെ ഉൾഭാഗത്ത് സ്വർണ്ണവർണ്ണത്തിലുള്ള 12 ദലങ്ങളും അതിനു ചുറ്റുമായി വിവിധ നിറങ്ങളിലുള്ള 960 ദലങ്ങളുമുണ്ട്.
960ഉം 12ഉം ചേർന്നാൽ 972 ദലങ്ങൾ. ഇതെങ്ങനെ 1000 മുഖങ്ങളാവും എന്ന് നമുക്ക് നോക്കാം. സഹസ്രാര ചക്ര പൂർണ്ണമായി സജീവമാകണമെങ്കിൽ പത്മാസന ചക്ര എന്ന മറ്റൊരു ചക്ര ശുദ്ധമായിരിക്കണം. പത്മാസന ചക്ര തുടകൾക്ക് ഇടയിൽ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഈ ഭാഗത്തെ പെരിനിയം എന്നാണ് പറയുന്നത്. പത്മാസന ചക്രയ്ക്ക് 4 ഭാഗങ്ങളിലായി 28 ദലങ്ങളുണ്ട്. അതിനാൽ ക്രൗൺ ചക്രയുടെ 972 ദലങ്ങളും പത്മാസന ചക്രയുടെ 28 ദലങ്ങളും ചേർന്നാണ് 1000 ദലങ്ങൾ കണക്കാക്കുന്നത്. ഈ 2 ചക്രകളും ശരീരത്തിൻ്റെ മുകളിലും താഴെയുമായി ജീവിതഗതിയെ സ്വാധീനിക്കുന്നു. മുകളിലുള്ള ക്രൗൺ ചക്ര ആത്മീയതയുടെ കവാടമാണ്. അതേസമയം താഴെയുള്ള പത്മാസന ചക്ര ഭൗതിക ജീവിതത്തിലെ സുഖ സമൃദ്ധിയിലേക്കുള്ള കവാടമാണ്. പത്മാസനം എന്നാൽ ഇരിപ്പിടത്തിലെ താമര എന്നാണ് അർത്ഥം. പത്മാസനം എന്ന യോഗാമുറ അഭ്യസിക്കുന്നതിലൂടെ ഈ ചക്രയെ സജീവമാക്കാൻ കഴിയും. പുരാണങ്ങളിലെ നിരവധി ദൈവസങ്കല്പങ്ങൾ താമരയിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചക്രയുടെ പ്രതീകാത്മക രൂപമാണ്. മിക്കവാറും എല്ലാ യോഗാചാര്യന്മാരും സാധാരണയായി 7 ചക്രകളെക്കുറിച്ചാണ് പരാമർശിക്കാറുള്ളത്. എന്നാൽ പ്രാണിക് ഹീലിംഗിൻ്റെ ഉപജ്ഞാതാവായ മഹാഗുരു ചോക് കോക് സുയി 12 പ്രധാന ചക്രകളെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ഓരോ ചക്രയ്ക്കും അതിൻ്റേതായ നിറങ്ങളും പ്രത്യേകതകളും ഉണ്ട്. അവയുടെ പേരുകളും പ്രത്യേകതകളും മറ്റൊരു അധ്യായത്തിൽ വിശദമായി പറയാം. ചക്രകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചക്ര പ്രാണിക് ഹീലിംഗ് എന്ന് ഗൂഗിളിൽ തിരയാം. ഊർജ ശരീരത്തിലെ എല്ലാ ചക്രകളെയും നിയന്ത്രിക്കുന്ന മറ്റൊരു സുപ്രധാന ചക്രയുണ്ട്. അതിനെക്കുറിച്ചും ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ ഒരു നെറ്റ്വർക്കിനെ കുറിച്ചും അടുത്ത അധ്യായത്തിൽ പറയാം. തൽക്കാലത്തേക്ക് വിട.